താർമകൾ കൺപുള്ള തത്തേ വരികടോ, താമസശീലമകറ്റേണമാശു നീ. രാമദേവൻ ചരിതാമൃതമെന്നിയും മാമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവാൻ. പങ്കമെല്ലാം അകലും പല ജാതിയും, സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേതൻ കഥകൾ കേട്ടിടിനാൻ, ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ. ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു, മാർഗവും പിന്നിട്ടയോധ്യാപുരി പൂക്കു. താതനോടും നിജ മാതൃജനത്തോടും, താതൃസുതനാം ഗുരുവരൻ തന്നോടും, ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു. മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പൂക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ, തന്നെ നാനാഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ, കദ്രുസൂദഗണഭൂഷണഭൂഷിതൻ, ചിദ്രുപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ, ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ, വിദ്രുമതുല്യാധാരിയായ ഗൗരിയായി മദ്രീസുതയുമാനന്ദ വിവശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായ ദലോചനൻ, നാരീജ മനോമോഹനൻ മാധവൻ, നാരദസേവ്യൻ നളിനാസനപ്രിയൻ, നാരകാരാധി നളിന ഗുരു നാഥൻ, നരസഖൻ നാനാജഗന്മയൻ, നാദവിദ്യാത്മകൻ, സാമസഹസ്രവാൻ, നാളീകരമ്യവദനൻ, നരകാരി നാളീക ബാന്ധവ വംശവസമുൽഭവൻ, ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ, കാരുണ്യവാരിധി കാമഫലപ്രദൻ, രാക്ഷസവംശവിനാശന കാരണൻ, സാക്ഷാൽ മുകുന്ദനാഥന ആനന്ദപ്രദൻ പുമാൻ, ഭക്തജനോത്തമ ഭുക്തിമുക്തിഭദ്രതൻ, ശക്തിവിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻ, വ്യക്തനവ്യക്തനന്ദനാമയൻ, ശക്തിയുക്തൻ ശരണാഗതവത്സലൻ, നക്തഞ്ചരേശ്വരനായ ദശാസ്യന് മുക്തി കൊടുത്തവൻ, തൻ്റെ ചരിത്രങ്ങൾ നക്തന്തിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടിയില മുക്തിയും. ഇദ്ധം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശനോടു ചൊന്നപ്പോൾ, മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ, സുന്ദരി കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. എങ്കിലൊരു ദിനം
ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപാരായണൻ മംഗളദേവതാകാമുകൻ രാഘവ നങ്കനാശാന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപല ദലശ്യാമള വിഗ്രഹൻ നീലോൽപലദലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ടവൻ ചാമരം കൊണ്ടു പത്നിയാൽ വീജിതനായതി കോമലൻ ബാലനിശാകര ബാലദേശേ മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലേയഭാസു സമാനനയാ സമം ലീലയാ താംബൂല ചർവണാത്യരതി വേലം വിനോദിച്ചിരുന്നരുളുന്നേരം ആലേഖനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൽ മുഗ്ധശരചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സങ്കാര ശരീരനായി തത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൽ ശ്രീരാമദേവനം സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാംശു നമസ്കരിച്ചിടിനാൽ പാദ്യാസനാചമനീയാർഘ്യപൂർവക മാധ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടു മേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യോഫലോദയം കൊണ്ടുകാൺമാനവകാശവും വന്നിതു പുണ്ടരീകോത്ഭാവ പുത്രമഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ. തേജോമയനാം പരൻ പരമാത്മ രാജീവലോചനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളെത്ര ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നിതൊക്കെയോ വിധവോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ. ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകദാ മിന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവി നൊന്നെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും.
ആതിഥേയാധിപൻ നീശചി ജാനകി ജാതവേദസ്സു നീ സ്വാഹാ മഹേസുത അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി പുഷ്കരേന്ദ്രൻ ഭവാൻ ഭാർഗവി ജാനകി ശക്രദൂതൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത രാജരാജൻ നീ വസുന്ധര ജാനകി രാജപ്രവര കുമാര രഘുപതേ രാജീവലോചനെ രാമാദയാനിധേ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളു ജഗൽപതേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമം വ്യക്തമായതും പിന്നെയതിങ്കൽ നിന്നുണ്ടായി മഹത്വത്വമെന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലംഘമതിങ്കൽ നീ നിർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ നിന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാരാ ജീവനെന്ന് ചൊല്ലുന്നിതും മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ തുന്നാഭി പങ്കജത്തിങ്കൽ നിന്നേക മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിരന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനി വേഷമോടുവാണിടുവൻ എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാശം വരുത്തുവൻ സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്രപ്രമോദന നാരദന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണം ചെയ്തു വേഗേന ഭണ്ഡാൻ നമസ്കാരവും ചെയ്തു ദേവവും ഇന്ദ്രനനുജ്ജയും കൈക്കൊണ്ടു ദേവലോകം ശമിച്ചിടിനാദരാൽ എങ്കിലോ രാജ ദശരഥനേകഥ സകലിതാനന്ദമാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണ കണ്ടവർക്കുണ്ടകതാരിലാനന്ദമതിനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വിപരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കില തുൽപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. കേൾക്കനാളെ പുലർക്കാലെ ചമയിച്ചു ചെൽക്കന്നിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതന നൽക്കൊമ്പനാരാൽ വരേണമലങ്കരിച്ചേകണേ. ദിവ്യനാനാ തീർത്ഥ വാരിപൂർണങ്ങളാൽ ദിവ്യരത്നങ്ങൾ മുഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രമലയജ വർണ്ണങ്ങൾ കൊണ്ടുവായി കെട്ടിവച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മുന്നിഹ ഛത്രം സവർണദണ്ഡം മണിശോഭിതം മുക്താമണിമല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും
സൽകൃതന്മാരാം മുനിജനം വന്നികൾ നിൽക്ക കുശപാണികളായി സഭാന്തികെ നർത്തകിമാരൊടു വാരവധൂജന നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണ മുർവിശ്വരാങ്കണെ നിന്നു മനോഹരം എന്നിങ്ങനെ രാമചന്ദ്ര നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ഭണ്ഡ നമസ്കാരവും ചെയ്താൽ രത്നാസനവും കൊടുത്തിരുത്തി തത്തപത്നിയോടു ഭക്തിയാരകൂത്തമൻ പുൽക്കല ശസ്തിത നിർമ്മലവാരിണ തൃക്കാൽ കഴുകിച്ചു പാദാംബുജ തീർത്ഥവും ഉത്തമാങ്കേനെ ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായേ നടിയന ദീപകേ ലിന്നു പതേ തക തീർത്ഥം ധരിക്കയാൻ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നുന്നതെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നൃപാചയാം. നന്നായി അറിഞ്ഞിരിക്കുന്നു നിന്നെ ഞാൻ നിന്നവനാകുന്നതെന്നതുമില്ലടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതന്നാന ജഗന്മയനീശ്വരൻ. ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദേലാറയിച്ചു നമസ്തവും. രാജീവ സംഭവ നന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചൊന്നു കൗതുകമോടറിയിച്ചാനൊരു പൂമാൻ. സമ്മോദം ഉൾക്കൊണ്ടതു കേട്ട നേരത്ത് നിർമ്മലമായൊരു മാല്യവും നൽകിനാൽ കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യാ വണങ്ങി വാണിടിനാൻ. രാമ 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 രാമ.